Hello and welcome to IELTS Preparation by Salt Edu. This is Alvin, and in today's session we will continue our discussion on how to write body paragraphs for a bar chart IELTS writing task 1 essay. നമ്മൾ കഴിഞ്ഞ സെഷൻസിലായിട്ട് നമ്മളൊരു ബാർ ചാർട്ട് എസ്സേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തതിന് ശേഷം അതിൻ്റെ അനാലിസിസും ഇൻട്രൊഡക്ഷൻ അതുപോലെ ഓവർവ്യൂ പാരഗ്രാഫ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാരഗ്രാഫ് 1 and 2 എഴുതാൻ നമുക്ക് നോക്കാം. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ? ദ കോൺട്രിബ്യൂഷൻ ഓഫ് 3 ഡിഫറെന്റ് സെക്ടേഴ്സ് ടു ഇന്ത്യസ് GDP, ഇന്ത്യസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്കുള്ള 3 സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ദാറ്റ് ഈസ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. 3 കാര്യങ്ങളുടെ 3 സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫ് വൈസ് നമ്മൾ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് 2 പാരഗ്രാഫ്സ് എഴുതിയിരുന്നത്. ദെൻ ബോഡി പാരഗ്രാഫ് 1 വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ പോകുന്നത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ഓവർവ്യൂ പാരഗ്രാഫിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്ന 3 ഫീച്ചേഴ്സ് നമ്മൾ സംസാരിച്ചിരുന്നു. ദെൻ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ തന്നെ 2 മെയിൻ ഫീച്ചേഴ്സ് എടുത്തിട്ട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മെയിൻ ഫീച്ചർ, ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സർവീസ് സെക്ടർ ഇൻക്രീസ്ഡ് ഈച്ച് ഡിക്കേഡ്. ഇതാണ് നമ്മൾ ഒരു ഫീച്ചറായിട്ട് ഉപയോഗിക്കുക. ദെൻ ദ സെക്കൻഡ് ഫീച്ചർ ഓൾസോ, ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഡിക്രീസ്ഡ് ഈച്ച് ഡിക്കേഡ്. ഓക്കെ, അപ്പോൾ ഈ 2 ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എഴുതുക. ദെൻ നമ്മുടെ തേർഡ് ഫീച്ചർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫിലേക്കായിരിക്കും. ദെൻ നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് സ്ക്രീൻ കാണാം. ഇൻ 1960, agriculture contributed by far the highest percentage of GDP, peaking at 62%, but it then dropped in steady increments to a low of 12% in 2000. അപ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? ആദ്യം അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇയർ ബൈ ഇയർ എന്താണ് നടന്നതെന്നാണ് സംസാരിക്കുന്നത്. ഈ 1960s അഗ്രികൾച്ചർ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് GDP ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് അറൌണ്ട് 62%. അപ്പോൾ നമ്മൾ പീക്കിംഗ് അറ്റ് 62% എന്നൊക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. ദെൻ എന്ത് പറയുന്നു? ബട്ട് ഇറ്റ് ദെൻ ഡ്രോപ്ഡ് ഇൻ സ്റ്റഡി ഇൻക്രിമെന്റ്സ്. അപ്പോൾ ഒരു 2000ലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇയർ ബൈ ഇയർ സ്റ്റഡി ഇൻക്രിമെന്റ്സ് എന്നുള്ള രീതിയിൽ ഡിക്രീസ് ചെയ്ത് ഒരു 12% എന്നുള്ള ഒരു ഓൾ ടൈം ലോയിലേക്ക് എത്തി. 2000 ഇയറിലേക്ക് വന്നപ്പോഴത്തേക്കും 12% എത്തി എന്നാണ് നമ്മൾ സംസാരിച്ചത്. ദെൻ സർവീസ് സെക്ടർ കാര്യം പറയുന്നു. എന്താണ് സംസാരിക്കുന്നത്? ദ സർവീസ് സെക്ടർ ഓൺ ദി അതർ ഹാൻഡ് ഹാഡ് എ റിലേറ്റീവ്ലി മൈനർ ഇമ്പാക്ട് ഓൺ ദി ഇക്കോണമി ഇൻ 1960. അപ്പോൾ സർവീസ് സെക്ടറിന്റെ ഇനിഷ്യൽ കാര്യം നമ്മൾ സംസാരിക്കുന്നു. അതായത് 1960s എന്താണ് സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ പറയുന്നു. അതായത് അവിടെ ബേസിക്കലി നമുക്ക് കാണാം ഏകദേശം ഒരു 15-16% ആണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത് ഇറ്റ് ഹാഡ് എ റിലേറ്റീവ്ലി മൈനർ ഇമ്പാക്ട് ഓൺ ദി ഇക്കോണമി ഇൻ 1960. Then what are they saying? This situation changed gradually at first. Then its percentage contribution jumped from 28% to 43% between 1980 and 1990. അപ്പോൾ നമ്മൾ സർവീസ് സെക്ടറിന്റെ ഫർദർ ഇയേഴ്സിന്റെ ഒരു ട്രെൻഡാണ് സംസാരിക്കുന്നത്. ഇനിഷ്യലി ഈ പറഞ്ഞ നെഗ്ലിജിബിൾ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും നെക്സ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും റിലേറ്റീവ്ലി എന്താ പറയുക മൈനർ ഇമ്പാക്റ്റ് ആയിട്ട് ശേഷം പിന്നെ ഗ്രാജുവലി കയറി ഏകദേശം ഒരു 1980 28% ആയിരുന്നത് 1990 ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു 43 ആയി എന്നുള്ള ഒരു ഹ്യൂജ് ജമ്പ് ഒക്കെ നടന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. ദെൻ എന്ത് പറയുന്നു? ബൈ 2000 അതായത് 2000 ഇയറിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇറ്റ് മാച്ച്ഡ് ദ ഹൈ പോയിന്റ് റീച്ച്ഡ് ബൈ അഗ്രികൾച്ചർ 1960, ഷോയിങ് എ റിവേഴ്സ് ഇൻ ദി ഓവറോൾ ട്രെൻഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് സെൻസിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താണ് ഓവറോൾ സർവീസ് സെക്ടർ എങ്ങനെ എൻഡ് ചെയ്തെന്ന് നമ്മൾ സംസാരിക്കുന്നു. അതേപോലെ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുന്നു. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? സർവീസ് സെക്ടർ ലാസ്റ്റ് ഒരു 2000ലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇനിഷ്യലി അഗ്രികൾച്ചർ, അതായത് 1960 അഗ്രികൾച്ചർ സെക്ടർ റീച്ച് ചെയ്ത ഒരു പീക്ക് തന്നെ സർവീസ് സെക്ടർ ലാസ്റ്റിലേക്ക് വരുമ്പോൾ, അതായത് 2000ലേക്ക് വരുമ്പോൾ എത്തി, അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു നമ്മൾ സംസാരിക്കുന്നു. ദെൻ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുന്നു എന്ത്? ഷോയിങ് എ റിവേഴ്സ് ഇൻ ദി ഓവറോൾ ട്രെൻഡ്, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ ആൻഡ് സർവീസ് സെക്ടർ ഹാസ് എ റിവേഴ്സ് ട്രെൻഡ്, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ട്രെൻഡ് ആണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. നമ്മളിവിടെ സംസാരിച്ച് വെച്ചത് 2 മെയിൻ ഫീച്ചേഴ്സിന് യൂസ് ചെയ്തിട്ടാണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു ട്രെൻഡും ദെൻ സർവീസ് സെക്ടറിന്റെ ഒരു ട്രെൻഡും അതിന്റെ ഒരു 2 ഓപ്പോസിറ്റ് ആണെന്നുള്ള ഇതിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത് നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണാം. സെക്കൻഡ് ബോഡി പാരഗ്രാഫ് ബേസിക്കലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തേർഡ് ഫീച്ചർ ആണ്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ പാരഗ്രാഫിൽ നമ്മൾ ചെയ്യാം. ദെൻ സ്ക്രീനിൽ കാണാം. ഇൻഡസ്ട്രി റിമൈൻഡ് എ സ്റ്റഡി കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യസ് വെൽത്ത് ത്രൂ ഔട്ട് ദ പീരിയഡ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ ഒരു സ്റ്റഡി കോൺട്രിബ്യൂഷൻ, എപ്പോഴും എല്ലാ വർഷവും ഒരു സ്റ്റഡി കോൺട്രിബ്യൂഷൻ നിലനിർത്തി എന്ന് നമ്മൾ സംസാരിക്കുന്നു.
അതും നമുക്ക് ഗ്രാഫിൽ കാണാം. ഇനിഷ്യലി 1960s ഏകദേശം ഒരു 16% ഉണ്ടായിരുന്നു. ദെൻ വീണ്ടും 1970 ഏകദേശം ഒരു 20, ദെൻ ഒരു 1980 വന്നപ്പോഴത്തേക്ക് ഒരു 20-23, ദെൻ വീണ്ടും ഒരു 1990 വന്നപ്പോഴത്തേക്കും അപ്പോഴും ഒരു 23 മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ 2000 എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഒരു 23-22 എന്നുള്ള റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്റ്റഡിയാണ് നമ്മൾ സംസാരിച്ച് വെച്ചു. ദെൻ ആസ് എ സെക്ടർ ഇറ്റ് ഗ്രൂ മാർജിനലി ഫ്രം 16% in 1960 to exactly a quarter in 1980, and then it remained static for the next 2 decades, maintaining a constant share of the overall GDP. അപ്പോൾ ബേസിക്കലി ഇതൊരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റഡി കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു അപ്രോച്ച്. ബേസിക്കലി നമ്മുടെ ഗ്രാഫിൽ നമുക്ക് ഇതാണ് മനസ്സിലാവുന്നത്. എന്താണ് നമ്മൾ സെക്കൻഡ് സെന്റൻസിൽ സംസാരിക്കുന്നത്? ഇറ്റ് ഗ്രൂ മാർജിനലി ഫ്രം 16% in 1960. ഇനീഷ്യൽ ഇയറിൽ, അതായത് 1960s വെറും 16% ആയിരുന്ന 16% ആയിരുന്നത് ഏകദേശം ഒരു 1980 ഒക്കെ ആകുമ്പോഴത്തേക്കും എക്സാക്ട്ലി ക്വാർട്ടറിലേക്ക് മാറി. ഓക്കെ, ദെൻ അതിനുശേഷമുള്ള നെക്സ്റ്റ് 2 ഡിക്കേഡ്സിലേക്ക് വന്നപ്പോഴത്തേക്കും മെയിൻറ്റെയിൻ ഏകദേശം ഒരു സെയിം ട്രെൻഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ആ സെയിം ഷെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെന്നാണ് സംസാരിക്കുന്നത്. അപ്പം ബേസിക്കലി ഓവറോൾ നമുക്ക് പറയാൻ പറ്റും ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്റ്റഡി ഒരു കോൺട്രിബ്യൂഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ തേർഡ് ട്രെൻഡ് ആണ്, ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ടു ദ GDP ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ 2 ബോഡി പാരഗ്രാഫ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ 2 ഫീച്ചേഴ്സ്, അതായത് അഗ്രികൾച്ചറൽ സെക്ടറിന്റെയും സർവീസ് സെക്ടറിന്റെയും കാര്യങ്ങൾ സംസാരിച്ചു. അതൊരു ഓപ്പോസിറ്റ് ട്രെൻഡ് ആണ്, അതുകൊണ്ടൊക്കെ തന്നെ അത് ക്ലബ് ചെയ്തിട്ട് സംസാരിച്ചു. ദെൻ സെക്കൻഡ് ബോഡി പാരഗ്രാഫിലേക്ക് വന്നപ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഫോക്കസ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ സംസാരിച്ചു. അതിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ബോഡി പാരഗ്രാഫ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബാർ ചാർട്ട് എസ്സേ. നമ്മളൊരു സാമ്പിൾ എടുത്തു, അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആദ്യം അനാലിസിസ് നമ്മൾ നടത്തിയതിനു ശേഷം ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, 2 ബോഡി പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു മോഡൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ബാർ ചാർട്ട് എസ്സേ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരും സെഷനുകളിൽ മറ്റ് ടൈപ്സ് നമുക്ക് നോക്കാം. താങ്ക് യു.